ഫ്രണ്ട്സ്, ഇന്ന് ഈ ക്രാഫ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തതിൽ വേണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ആയിരിക്കാം ഇത്. അത് സിമ്പിളാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താ ഞാൻ ഇത്ര ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ കാരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഇതേപോലെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും അതിൽ വയ്ക്കാം. ഞാൻ ഒരു കലണ്ടർ എഴുതി അത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബോ വെച്ചിട്ടുണ്ട്, അതിലൊരു നൈസ് ഡേ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഞാനിവിടെ ഒരു ഫ്ലവർ, അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. കുറച്ച് വെയിറ്റ് ഇല്ലാത്തത് വേണം വെക്കാനായിട്ട്, അതുകൊണ്ട് പേപ്പറിലുള്ളതാണ് കൂടുതൽ വെച്ചത്. ഇനി അതിന് ആ ഒരു പേപ്പർ മാത്രം വെക്കാതെ അതിലൊരു പ്ലാന്റും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഡിലുണ്ടാക്കിയ ഒരു പോട്ട് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ എയർ ഡ്രൈ ക്ലേ ഒന്നും അങ്ങനെ ഷോപ്സിലൊന്നും അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി അതിനെ പെയിൻറ് ചെയ്തെടുക്കണം. ഫസ്റ്റ് വൈറ്റ് കോട്ടിങ് കൊടുക്കണം, പിന്നെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തത്. ഇനി അതിനെ 5 മിനിറ്റ് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്ത ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കണം. സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് പെട്ടെന്ന് അത് കാണിക്കുന്നുണ്ട്. ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ലീവ്സ് മാസ്കിംഗ് ടാപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഇഷ്ടമുള്ള കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് പർപ്പിളാണ് എടുത്തത്. നമ്മുടെ പോട്ട് ഡാർക്ക് കളർ ആയതുകൊണ്ട് ഇത് ലൈറ്റ് കളർ എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഇതേപോലെ 2 സൈഡും പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ പറഞ്ഞല്ലോ പോട്ട് ഡാർക്ക് ആയതുകൊണ്ട് ഇതിനെ ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 സൈഡും പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്നേക്ക് പ്ലാന്റ് എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഞാൻ എടുത്തത്. അങ്ങനെ സെൻറ്ററിലെല്ലാം അത് പെയിൻറ് ചെയ്ത് കൊടുക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ ഫൈനൽ റിസൾട്ട് കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കമൻറ്റും ഇടാം, നമുക്ക് കമൻറ്റൊക്കെ കാണാമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ റിവ്യൂ അയച്ചു തരണം. നമുക്ക് ഇതേപോലെ റിവ്യൂ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മുടെ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. പ്ലാനിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒറിജിനാലിറ്റി തോന്നാനായിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനെ കുറച്ച് ബെൻഡൊക്കെ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എല്ലാം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് പോട്ടിൽ വെക്കണം. അങ്ങനെ വെക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മാസ്കിംഗ് ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തു. എന്നിട്ട് ഇതിനെല്ലാത്തിനെ ഒന്ന് ഒരുമിച്ച് വെച്ച് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ലീവ്സും ഒരേപോലെ ഇരിക്കുകയും ചെയ്യും, അതൊന്നും ഇളകി പോവുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള എക്സസ് ആയിട്ടുള്ള വേണ്ടാത്തുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിൻ്റെ കുറച്ച് പോർഷനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അത് നേരെ ആ പോട്ടിലോട്ട് വയ്ക്കണം. പോട്ടിലോട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെയാണ്. ഒരു സിസേഴ്സും ഇത്രയും സാധനം ഉള്ളെങ്കിൽ നമുക്കൊരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ക്ലേ ഒന്നും വെക്കുന്നില്ല. ക്ലേക്ക് പകരം വേറൊരു സാധനമാണ് നമ്മുടെ ഗ്ലൂഗൺ. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ക്ലേ ഉപയോഗിക്കാം, പക്ഷേ ഗ്ലൂഗൺ ആണ് നല്ല ബെസ്റ്റ് ചോയ്സ്. ക്ലേ ആവുമ്പോൾ ചിലപ്പം ഇളകി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഗ്ലൂഗൺ ആണ് നല്ലൊരു ഐഡിയ. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ക്ലേ വെച്ചാലും കുഴപ്പമില്ല, കുറച്ച് സൂക്ഷിക്കണമെന്ന് മാത്രം. എന്നിട്ട് ഇതേപോലെ അതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ അതിൽ കുറച്ചുകൂടി ഗ്ലൂ വെക്കുന്നുണ്ട്, അത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ബെൻഡൊക്കെ ചെയ്ത് കൊടുത്താലാണ് കുറച്ചുകൂടി അതൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതേപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ഗ്ലൂ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, അവിടെ ഒട്ടിച്ചിരിക്കാൻ. പക്ഷേ നമ്മൾ മറന്നു പോരുത് അത് മഡ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന്. അതേപോലെ തന്നെ ഗ്ലൂഗൺ പോയപ്പോൾ പെയിൻ്റ് എല്ലാം കൂടെ പറഞ്ഞങ്ങ് വന്നു. നമുക്ക് ഒരു പ്ലാൻ ഒന്ന് തെറ്റായിപ്പോയാൽ രണ്ടാമത്തെ ഒരു പ്ലാൻ വേണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ഒരു ക്യാപ്പ് എടുത്തിട്ട് വന്നു. ഇതേതോ ഒരു ലോഷൻ്റെ ക്യാപ്പാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ വെക്കണം, നമ്മുടെ ഈ ഒരു പോട്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൽ 2 സൈഡ് ടാപ്പാണ് വെക്കുന്നത്, അത് ക്യാപ്പല്ലേ, അത് പെട്ടെന്ന് ഒട്ടി നിൽക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ക്രാഫ്റ്റ്? ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.